എല്ലാവരെയും വളരെ സന്തോഷത്തോടെ പ്രഭാതത്തിൽ നടക്കപ്പെടുന്ന ഈ മാറ്റിൻ സർവീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. വിശ്വസ്തനും നീതിമാനുമാകുന്ന ഞങ്ങളുടെ പരിശുദ്ധ ത്രിയേകദൈവമേ, ഞങ്ങൾ കർത്താവെ ഒരുമിച്ച് കൂടുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ കർത്താവെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ അപ്പച്ച ഞങ്ങൾ ഇതാ കടന്നു വന്നിരിക്കുന്നു. ആയിരിക്കുന്ന കർത്താവെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുവാനുള്ള അവസരവും ആയുസ്സും അപ്പച്ച ഞങ്ങൾക്ക് ദൈവം ദാനമായിട്ട് നൽകുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കർത്താവെ സ്നേഹത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ തെളിയിച്ചു കാണിക്കുവാനുള്ള അനുഗ്രഹം നാഥ വരും ദിവസങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ ആലയത്തിലായിരിക്കുന്ന എല്ലാവരെയും പേരുപേരായിട്ട് നാഥ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തേടുന്ന സംരക്ഷിക്കുന്നു, അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്ന പക്ഷ ഇന്നത്തെ ഈ ആരാധന മധ്യേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് 34 കീർത്തനം പാടാം. ഹിം നമ്പർ 34. നമുക്ക് നിൽപ്പോൾ തന്നെ ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്ന ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നമ്മൾക്ക് കൃപയും സമാധാനമുണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. 38 പേജ്. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹാനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാമത്തിൽ
പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ എടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. 42-ാമത്തെ പേജ്. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോട് കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. 2-ാം ഭാഗം, പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാവങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നമുക്ക് മുട്ടുകുത്തിമാനുമായ നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. 1-ാമത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളും തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിസ്തൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാറില്ല, ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളെ അനിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് അങ്ങനെ ഉണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യരോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്തം പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾക്ക് മേൽ ദൈവഭക്തിയോടും നീതിയോടും സ്വഭാവത്തോടും നടക്കേണ്ടതിന് ക്രിസ്തുത്വം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനം, മാപ്പും ജീവിതം ക്രമപ്പെടുത്താനുള്ള അവസരം, പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസം നമ്മൾക്ക് നൽകുമാറാകട്ടെ. മൂന്നാം ഭാഗം, ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവീൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന 1-ാം പാഠം ദിനവൃത്താന്തം 2-ാം പുസ്തകം 34-ാം അധ്യായം 8-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ. Today's first lesson is taken from 2 Chronicles chapter 34 verses 8 to 21.
അവന്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യാവിന്റെ മകനായ ഷാഫാനെയും നഗരാധിപതിയായ മൈഷയാവെയും യോവാഷിന്റെ മകനായ രായസക്കാരൻ യോവാഹിനെയും തന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു. അവർ മഹാപുരോഹിതനായ ഹിൽക്കിയാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ വാതിൽ കാവൽക്കാരനായ ലേവ്യർ മനുഷ്യയോടും എഫ്രീമിനോടും ശേഷമുള്ള എല്ലാ ഇസ്രയേലിനോടും എല്ലാ യഹൂദിയോടും ബെന്യാമിനോടും യെരുശലേം നിവാസികളോടും പിരിച്ചെടുത്ത ദേവാലയത്തിൽ അടച്ചിരിക്കുന്ന ദ്രവ്യം ഏൽപ്പിച്ചു കൊടുത്തു. അവർ അത് യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യിക്കുന്ന മേൽവിചാരകന്മാരുടെ കയ്യിലും അവർ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർത്ത് നന്നാക്കുവാൻ ആലയത്തിൽ പണി ചെയ്യുന്ന പണിക്കാർക്കും കൊടുത്തു. ചെത്തിയ കല്ലും ചേർപ്പണിക്ക് മരവും വാങ്ങേണ്ടതിന് യഹൂദ രാജാക്കന്മാർ നശിപ്പിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് തുലാങ്ങൾ വെക്കേണ്ടതിന് ആശാരികൾക്കും പണിക്കാർക്കും തന്നെ. ആ പുരുഷന്മാർ വിശ്വാസത്തിന്മേൽ പ്രവർത്തിച്ചു. മെരിയായിൽ യഹർ ഒബദ്യാവ് എന്ന ലേവ്യരും പണി നടത്തുവാൻ കെഹത്യരിൽ സെക്കരിയാവും മെഷുല്ലാമും വാദ്യപ്രയോഗത്തിൽ സാമർഥ്യമുള്ള സകല ലേവ്യരും അവരുടെ മേൽവിചാരന്മാരായിരുന്നു. അവർ ചുമട്ടുകാർക്കും അതത് വേല ചെയ്യുന്ന എല്ലാ പണിക്കാർക്കും മേൽവിചാരകന്മാർ ആയിരുന്നു. ലേവ്യരിൽ ചിലർ എഴുത്തുകാരും ഉദ്യോഗസ്ഥരും വാതിൽ കാവൽക്കാരും ആയിരുന്നു. അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽക്കിയാവിന്റെ പുരോഹിതൻ യഹോവ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ഹിൽക്കിയാവ് രായസക്കാരനായ ഷാഫാനോട്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹിൽക്കിയാവ് പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു. ഷാഫാൻ പുസ്തകം രാജാവിന്റെ അടുക്കൽ കൊണ്ടു ചെന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചത്, അടിയങ്ങൾക്ക് കൽപ്പന തന്നതുപോലെ ഒക്കെയും ചെയ്തിരിക്കുന്നു. യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം പുറത്തെടുത്ത് വിചാരകന്മാരുടെ കയ്യിലും വേലക്കാരുടെ കയ്യിലും കൊടുത്തിരിക്കുന്നു. രായസക്കാരനായ ഷാഫാൻ രാജാവിനോട്, ഹിൽക്കിയ പുരോഹിതൻ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും ബോധിപ്പിച്ചു. ഷാഫാൻ അതിനെ രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി. രാജാവ് ഹിൽക്കിയാവോടും ഷാഫാന്റെ മകൻ അഹീക്കാമിനോടും മീഖയുടെ മകൻ അബ്ദോനോടും രായസക്കാരനായ ഷാഫാനോടും രാജഭക്തനായ ആസായവോടും കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ ചെന്ന് കണ്ടുകിട്ടിരിക്കുന്ന പുസ്തകത്തിലെ വാക്യങ്ങളെ കുറിച്ച് എനിക്കും ഇസ്രയേലിലും യഹൂദിയയിലും ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി യഹോവയുടെ അരുളപ്പാട് ചോദിപ്പീൻ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കാത്തവണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതെ ഇരുന്നത് കൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ. ഇങ്ങനെ ഇവിടെ പാഠം അവസാനിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 46 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സാംസ് 46. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേയുണ്ട്, അത് കുലുങ്ങിപ്പോവുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രുദ്ധിച്ച് രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ച് ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവിൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിരത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ചു കുന്തം മുറിക്കുന്നു, രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്നു, ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകുന്നു. ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമുക്ക് ദുർഗമാകുന്നു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദപാഠം യോഹന്നാൻ ഉണ്ടായ വെളിപ്പാട് 2-ാം അധ്യായം 1 മുതൽ 7 വരെ. The Revelation of John, chapter 2, verses from 1 to 7. എഫേസോസിലെ സഭയുടെ ദൂതന് എഴുതുക, 7 നക്ഷത്രം വലങ്കൈയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്നു പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്നു കണ്ടതും
നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മനസ്സാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കോലോവ്യരുടെ നടപ്പ് നീ പകർക്കുന്നു എന്ന നന്മ നിനക്കുണ്ട്. അത് ഞാനും പകർക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇവിടെ 2-ാം പാഠം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 22 വരെ ഉള്ള വാക്കുകളെ കേൾപ്പീൻ. Gospel according to St. John chapter 2 verses starting from 12 onwards. After this he went down to Capernaum with his mother and his brother and his disciples, and they stayed there for a few days. The Passover of the Jews was at hand, and Jesus went up to Jerusalem. In the temple he found those who were selling oxen and sheep and pigeons, and the money changers sitting there. And making a whip of cords, he drove them all out of the temple with the sheep and the oxen. And he poured out the coins of the money changers and overturned their tables. And he told those who sold the pigeons, "Take these things away. Do not make my Father's house a house of trade." His disciples remembered that it was written, "Zeal for your house will consume me." So the Jews said to him, "What signs do you show us for doing these things?" Jesus answered them, "Destroy this temple, and in 3 days I will raise it up." The Jews then said, "It has taken 46 years to build this temple, and will you raise it up in 3 days? But he was speaking about the temple of his body. When therefore he was raised from the dead, his disciples remembered that he had said this, and they believed the scriptures and the word that Jesus had spoken. ഇവിടെ സുവിശേഷ വേദപാഠം വായിച്ചു അവസാനിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് 219 കീർത്തനം പാടാം. ഹിം നമ്പർ 219. Super mira, mira, sneva.
ദിവസം നൽകിയ ത്രിയേക ദൈവത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ മനോഹരമായ ദേശത്തിലേക്ക് വരുന്നതിൻ്റെ ഏകദേശം 6-7 മാസം മുമ്പേ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്നുള്ള കാര്യം നമ്മൾ കേട്ട് കാണുമായിരിക്കും. അവിടെ കുടുംബമായിട്ട് പോകാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അവിടെ ചെന്നപ്പം ഒത്തിരിയും പേര് they were throwing the currencies or the coin of different countries. പല ദേശത്തിൽ നിന്ന് കടന്നു വന്നവര് അവരവരുടെ ദേശത്തിലെ കറൻസി അല്ലെങ്കിൽ അവിടെ കോയിൻ എഴുതുന്നതായിട്ട് ഇടുന്നതായിട്ട് നൽകുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. സോ ഇത് കണ്ടപ്പം ഞങ്ങൾ ഇഗ്നാസ് അവിടെ കൂടി we are really excited to know what is really happening there. അത് ഞങ്ങളോട് വന്ന സുഹൃത്തിനോട് ഞങ്ങൾ ചോദിച്ചൊരു കാര്യം, why the educated people like this are throwing money? അവർ പറഞ്ഞത്, ഇവിടെ നമ്മൾ ആ ഒരു കറൻസി അല്ലെങ്കിൽ നമുക്ക് മനസ്സിലുള്ള ഒരു തുക ഇടുവാണെങ്കിൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കും എന്നുള്ള ചെറിയ വിശ്വാസം അവിടെ ഉണ്ട്. അത്രേ മുമ്പത്തെ നിൽക്കുന്ന അങ്ങനെയുള്ള രാഷ്ട്രത്തിലും ഇത് ഉണ്ട് എന്ന് കേട്ടപ്പം ഇന്ത്യയെ കുറിച്ച് ഞാൻ ഓർത്തുപോയി. എത്ര സ്ഥലങ്ങളിൽ ചെന്ന് നാം അറിയാവുന്ന സ്നേഹിതർ അവർക്കുള്ള എല്ലാം തുക അല്ലെങ്കിൽ സ്വല്പം തുക നൽകാറുണ്ട്. ഈ കാര്യങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ദൈവം അവിടെ നടത്തിത്തരും. So there's a fine line of difference between faith and superstition. ഇന്ന് അതിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് അല്പനേരം ഇരുന്ന് പഠിക്കാം എന്നിവിടെ ഞാൻ ആഗ്രഹിക്കുന്നു. മഹായുടെ വകയായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം റീഡിസ്കവറിംഗ് ആൻഡ് റീലിവിംഗ് ദ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ പൂർണ്ണ ദർശനവും പൂർണ്ണ പുനരാവിഷ്കരണവും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 22 വരെ ഒരു വാക്യത്തിൽ ഇത് കാണപ്പെടും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ കാണുന്നത്, The word is becoming flesh. വചനം ജഡമായി മാറിത്തീരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യം നാം കാണുന്നത്, വെള്ളം വീഞ്ഞായിട്ട് അത് മാറുന്നു. The water becoming wine. സ്വല്പം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ John chapter 2 verse 19 we see that the temple is becoming human. കർത്താവായ യേശുക്രിസ്തുവിന്റെ വാസം ഇന്നു മുതൽ നിങ്ങളുടെയും എന്റെയും ശരീരത്തിലാകുന്നു എന്ന ഇവിടെ യഹൂദന്മാരോടും അവിടെ വന്ന എല്ലാ പുരുഷാരത്തിനോട് കർത്താവ് ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു വലിയ അടയാളം കൊടുക്കുന്നതായിട്ട് നാം ഇവിടെ വായിക്കുന്നു, കാണുന്നു. 3 കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ വേഗത്തിൽ അവസാനിപ്പിക്കുന്നു. John chapter 2 verses 14, 2-ന്റെ 14-ാം വാക്യം ഇങ്ങനെ നമുക്ക് വായിക്കാം. In the temple he found those who were selling oxen and sheep and pigeons and the money changers sitting there. 15-ാം വാക്യം. And making whip of cord he drove them out of the temple. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാനിപ്പക്കാരെയും കണ്ടുവിട്ടു. In the temple, ഓർത്തോണം, in the temple. I just want to give stress to that word. 2, ആലയത്തിന്റെ ഉള്ളിൽ ഇത് നടക്കുന്നു. എന്ത് നടക്കുന്നു എന്ന് ചോദിച്ചാൽ വിൽപ്പന നടക്കുന്നു. സെല്ലിംഗ് മീൻസ് നമുക്കറിയാം. ഇന്നത്തെ ഈ ഒരു 24 നൂറ്റാണ്ടിൽ നമ്മളൊന്ന് ചോദിക്കുമ്പോൾ what exactly the sale അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്നൊക്കെ ചോദിച്ചാൽ we know that it is a pure form of business. So a pure form of business is happening, if not inside the church, at least outside, close to the church, at the courtyard. അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. Nowadays really the pure business happens between the friends, in the marriages, when you give and take, when we give and take, when you parent your children, there's business out there. നിങ്ങൾ അനുസരിക്കണം. At a workplace, in the church, they're not. ഈ ബിസിനസ് എന്നുള്ള വാക്ക് അത് പല മുഖം, അതിന്റെ പല മുഖച്ഛായ,
പല തരങ്ങളിൽ അത് നടന്നു വരും. Even many of your friends, many of my friends, even in the church, during this time we have started new business to safeguard ourselves, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി from the uncertain future. Well, some have started the business. നമുക്ക് ചില ആൾക്കാരെ അറിയാം, to make themselves known, to prove their metal. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ, ടാലന്റുകൾ തെളിയിക്കാൻ വേണ്ടി ചില ആൾക്കാർ ബിസിനസ് തുടങ്ങുന്നു. ചില ആൾക്കാർ we have started our business not to prove, but just to prove that we are not losers in any of the field that we attempt. And some engage in the business, to hide the pain, the grief and sorrow. ഇവിടെ നാം കാണുന്നത്, by giving, when these people, all those who are there right at the courtyard, when they give more importance to business, ആലയത്തിൽ വരുന്നു, ആലയത്തെ നോക്കാതെ, ആലയത്തിൽ നടക്കുന്ന ശുശ്രൂഷയിൽ ചെന്ന് സംബന്ധിക്കാതെ പുറത്തിരുന്ന് they are more interested in the business, and here they take God and the relationship with God, the relationship that is found inside the church with His people, granted. അവരുടെ ജീവിതത്തിൽ വന്ന ഒരു വീഴ്ച, തോൽവി എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ ബിസിനസ്, കച്ചവടം, ആഗോളവൽക്കരണം എന്നുള്ള അതിലേക്ക് ഇവർ പ്രവേശിക്കുന്നതായിട്ട്. നല്ലതാ, ഗ്ലോബലൈസേഷൻ നല്ലതാ, ബിസിനസ് എല്ലാം നമുക്ക് നല്ലതാ, വി ഷുഡ് ഡു ബിസിനസ്. എന്നാൽ ദൈവത്തെ മറന്നല്ല ഞാനും നിങ്ങളും ചെയ്യേണ്ടി. So business made the traders who gathered over here, right there, to forget that they are the temple of God. ഇവര് ബിസിനസ്സിൽ ഇത്ര ലയിച്ചു പോയതിന്റെ കാരണം കൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധം, അതിലുള്ള സുഖം, അതിലുള്ള കൃപ, അതിലുള്ള മേഴ്സി അനുഭവിക്കാതെ പോയി. അതിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾ ഇവർ കാണാതെ പോയി എന്നാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. And business made these traders who gathered over here, യഹൂദന്മാരെ ബിസിനസ്സിലായി ചേർന്നപ്പം this thing made them to forget that God was interested in them. അവരിലായിരുന്നു കർത്താവിന്റെ താല്പര്യം, not in the offering. അവര് നൽകുന്ന തുകയിലോ അല്ലെങ്കിൽ അവര് നേരുന്ന നേർച്ചയിലോ അല്ല ദൈവത്തിന് താല്പര്യം. എന്നാൽ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നവരെ കാണുമ്പോഴായിരുന്നു ദൈവത്തിന് സന്തോഷവും താല്പര്യവും. എന്നാൽ ആ സമയത്ത് യഹൂദന്മാരും അവിടെ കടന്നു വന്ന വലിയൊരു പുരുഷാരം അത് മറന്നുകൊണ്ട് now they are engaging themselves in the business. Let me ask you, and ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു, which type of business are we involved in right now, this Sunday morning? Or do we have a business really? ഉണ്ടെങ്കിൽ നല്ല കാര്യം, മുമ്പോട്ട് പോകണം. എന്നാൽ ദൈവത്തെ മറന്നല്ല നമ്മൾ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി. രണ്ടാമത്തെ ഇവിടെ പറയുന്നത് അതിന്റെ 15ഉം 16ഉം verse 15 and verse 16, and making a whip of cord he drove them all out of the temple with the sheep and oxen, and he poured out the coins of the money changers and overturned, ഏതാണ്ട് ഒരു WWF നടക്കുന്നത് പോലെ, overturned their tables, and he told those who sold the pigeons, take these things away, do not make my father's house a house of trade. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ അവിടെ നമ്മൾ കാണുന്നത് the den of robbers എന്ന് അവിടെ പറയുന്നത്. In Matthew, in Mark and Luke, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, മർക്കോസ്, ലൂക്കോസിലൊക്കെ നമ്മൾ കാണുന്നത് കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് not at the beginning of his ministry but towards at the end of his ministry. പരസ്യ ശുശ്രൂഷയുടെ ഒടുവ് നാളിലായിരുന്നു കർത്താവ് ഇവരെ ആറ്റി പുറത്താക്കുന്നത്.
എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ ഈ എഴുതിയ സുവിശേഷത്തിൽ ജീസസ് ഡ്രൈവ്സ് them out at the beginning of his ministry. അതിന്റെ അർത്ഥം നമ്മൾ നോക്കുമ്പം കർത്താവ് യേശുക്രിസ്തു 2 പ്രാവശ്യമായിരുന്നു തന്റെ പിതാവിന്റെ ദേവാലയത്തിൽ നിന്ന്, ആലയത്തിൽ നിന്ന് ആൾക്കാരെ പുറത്താക്കുന്നതായിട്ട് നാം വായിക്കുന്നത്. Let me say this to you. This story is not at all about, Jesus getting angry. അതൊക്കെ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടാറുണ്ട്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കണ്ടില്ലേ കർത്താവ് ആലയത്തിൽ ചെന്ന് അവരെ പുറത്ത് ആട്ടി വത്സിച്ചില്ലേ, അത് മാത്രമല്ല കർത്താവ് കാര്യങ്ങളെല്ലാം എടുത്ത് മറിച്ചില്ലേ, അങ്ങനെയുള്ള കർത്താവല്ലേ നമുക്കുള്ളത് എന്ന് നാം ചിന്തിക്കാറുണ്ട്. So this story is not about Jesus getting angry or driving out the animals or driving out the merchants or the businessmen, the money changers. കാരണം കർത്താവ് യേശുക്രിസ്തു ഈ രാവിലെ അവിടെ ചെന്ന് ചേട്ടാ ഇതൊക്കെ ആയല്ലോ, ഇതെങ്ങനെ അപ്പ ഇതായത്, ഇങ്ങനല്ല കർത്താവ് ചിന്തിച്ചത്. കാരണം കർത്താവിന്റെ കുഞ്ഞുനാൾ തൊട്ട് സിൻസ് ഹിസ് ചൈൽഡ്ഹുഡ് ജീസസ് ന്യൂ ദം. അത് ആ പ്രത്യേക ഞായറാഴ്ച അല്ലെങ്കിൽ പ്രത്യേക വെള്ളിയാഴ്ച വന്ന് തുടങ്ങിയ സംഭവം അല്ല. അത് കർത്താവ് എല്ലായ്പ്പോഴും തന്നെ മാതാപിതാക്കന്മാരോടും പിന്നെ ഒരു പ്രായമായി കഴിഞ്ഞിട്ട് തനിച്ചു വരുമ്പോഴും ഈ പൊൻപാൻപിക്കാരെ അല്ലെങ്കിൽ ഈ കച്ചവടക്കാരെ ഒക്കെ അവിടെ കാണാറുണ്ടായിരുന്നു. എന്നാൽ ആ ദിവസം മാത്രം എന്തിനാ കർത്താവ് ദേഷ്യപ്പെടുന്നത്? He has been seeing them in the temple constantly, on a constant basis. ചില കൺവെൻഷനൊക്കെ പോകുമ്പം, നമ്മുടെ കൺവെൻഷൻ നടക്കാറില്ല, ചില കൺവെൻഷനൊക്കെ നമ്മൾ കാണുമ്പോൾ we are least interested to go into the pandal, into the convention site. എനിക്കിഷ്ടം എനിക്കിഷ്ടം എന്ന് പറയാൻ കാരണം നിങ്ങൾ ആരും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി, എനിക്കിഷ്ടം അവിടെ കാണുന്ന കടയിലൊക്കെ ചെന്ന് അവിടുത്തെ സാലറിയുടെ വില ചോദിക്കുക, അവിടുത്തെ അപ്പവും അല്ലെങ്കിൽ കോഴിക്കറി ഉണ്ടെങ്കിൽ അതിന്റെ വില ചോദിക്കുക, എന്തെങ്കിലും ജ്യൂസ് ചെന്ന് കുടിക്കുക, പിന്നെ ഇടയ്ക്ക് ജസ്റ്റ് നമുക്ക് വചനം കേട്ടാൽ മതിയല്ലോ, മൈക്കുണ്ട്, സ്പീക്കറുണ്ട്, എല്ലാ സംഭവം ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ഇരുന്നാലും എനിക്ക് കേൾക്കാം, എന്തിനാ ഞാൻ അകത്ത് പോകണ്ടേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. കൺവെൻഷൻസിൽ അങ്ങനെ നടക്കുന്ന നിങ്ങൾ കണ്ടു കാണുന്നതായിരിക്കും, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. So Jesus drove them out. Why? Because they were doing business at the only place designated for the Gentiles. അവിടെ വന്ന് ഇവര് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരേതാ ഭയങ്കര സ്റ്റൈലായിട്ട് ഇവർ അകത്തോട്ടങ്ങ് ആരാധിക്കാൻ കയറിപ്പോകും. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞത് കോർട്ട്യാർഡിൽ ആലയത്തിന്റെ പുറത്ത് ചെറിയൊരു സ്ഥലം is kept specifically for the Gentiles to come there. They were supposed to worship there because they were not allowed to go inside the temple. So Jesus drove them out. ഇവരെ അവിടെ ആട്ടി പുറത്താക്കാൻ കാരണം ഈ ഒരു വിഭാഗത്തിന് അകത്ത് പോകാൻ ഒക്കത്തില്ലല്ലോ. ഇവരിവിടെ ഇരുന്ന് ആരാധിക്കേണ്ടിയ ഈ ആൾക്കാരെ പോലും നിങ്ങൾ ആരാധിക്കാൻ സമ്മതിക്കുന്നില്ല. Jesus drove them out theologically because they have forgotten that they are in the temple, or at least close to the temple. തന്റെ പിതാവായ ദൈവത്തിന്റെ ആലയത്തിന്റെ ഏറ്റവും സമീപമായിട്ട് ഇരുന്ന് ഈ കച്ചവടം ചെയ്യുന്നത് കണ്ടപ്പം കർത്താവിന് അവിടെ തന്നെ നിർത്താനൊത്തില്ല. ഇവിടെ ഒരു പ്രശ്നം നാം കാണുന്നത്, കർത്താവ് യേശുക്രിസ്തു ന്യൂ വെരി ക്ലിയർലി ഇത്രേ ബഹളവും ഇത്രേ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി വരുമ്പം the focus will naturally change from the Supreme Father to the business. So what exactly is my or your focus and priority in your life? നമ്മളെ ആത്മീയ ഉത്ബോധം, ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് നമ്മൾ നടക്കുമ്പോഴാ ദൈവത്തിന്റെ ഈ ആലയത്തിൽ അകത്ത് വരാതെ പുറത്ത് നടക്കാൻ അല്ലെങ്കിൽ ദൂരം നടക്കാൻ നമുക്ക് താല്പര്യം. When I forget that I am the temple of God, ദൈവത്തിന്റെ ആലയമാ എന്നുള്ള ആ സത്യം ഞാനും നിങ്ങളും മറന്നു പോകുമ്പം my body will become a place of transaction rather than a place of transformation.
When I forget, ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുന്നു, when I forget that I am the temple of God, my body becomes a place of transaction rather than a place of transformation. കർത്താവ് യേശു ക്രിസ്തുവിന്റെ രൂപാന്തരം നടക്കേണ്ട ഈ സ്ഥലത്തിന്റെ ഉള്ളിലും പുറത്തും ഞാൻ ചെയ്യുന്നത് കച്ചവടമാണ്, ട്രാൻസാക്ഷൻ, ട്രേഡാണ് അവിടെ നടക്കുന്നത്. When I forget that I am the temple of God, my body becomes a marketplace rather than a place prepared for the Holy of Holies to come and meet me. ഈ ആലയം എന്ന ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരമുണ്ടല്ലോ, നമ്മൾ സാധാരണ ഒരു ബയോളജിക്കലായിട്ടുള്ള ശരീരമായിട്ട് ഇതിനെ കാണരുത്. ഡെഫിനറ്റ്ലി അത് കാണണം, മെഡിക്കൽ സെൻസിൽ അത് അങ്ങനെ തന്നെ അത് കാണണം. എന്നാൽ ആത്മീയ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പം, സ്പിരിച്വൽ സെൻസിൽ നമ്മൾ സംസാരിക്കുമ്പം, ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു സ്ഥാനത്ത്, ഈ ഒരു ശരീരത്തില് the Holy of Holies are meeting us. ഞാനും ദൈവവുമായിട്ടുള്ള സംഭാഷണം, അവരുടെ എല്ലാ കാര്യങ്ങൾ ഈ ശരീരത്തിൽ നടത്തപ്പെടുന്നു. So when I forget that I am the temple of God, life is nothing, my worship is nothing, but it is a pure business. അതിൽ ഞാനും ദൈവമക്കളും അകപ്പെട്ടു പോകുമ്പോൾ, when we are involved and engaged in that, definitely we will get a hard hit. ദൈവം പുറകിൽ നിന്ന് വന്ന് ഇവിടെ പറയുന്നത് പോലെ കയറും കൊണ്ട് ഒരു ചവിട്ടി ഉണ്ടാക്കി എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. അതാ എൻ്റെ ജീവിതത്തിൽ അവിടെ വരാൻ പോകുന്നത്. ഏത് ദിവസം കർത്താവ് കാണുന്നോ ആരാധനയിൽ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ ഒരു പാൻഡമിക്കിന്റെ സിറ്റുവേഷൻ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്, ഇതൊക്കെ കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴത്തേന് എല്ലാം കഴിയും. കാരണം എന്തുവാ, ഇപ്പം ആ വരുന്ന ചൂടിൽ നമ്മളൊന്ന് വരും, ആലയത്തിൽ വരും. ചിലപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നവംബർ മാസം തുറക്കുവാണെങ്കിൽ ചിലപ്പം ജനം ഉണ്ടായിരിക്കും. എന്നാൽ ഗ്രാജുവലി ഡിസംബർ, ജാനുവരി, അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേന് ഈ എരിവ്, ക്രിസ്തു പറയുന്നത്, ക്രിസ്തുവിന്റെ ഉള്ളിലുണ്ടായ ആ എരിവ്, തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ എരിവ് നമ്മളിൽ നിന്ന് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവെ, അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ, ഞാനും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. സോ ദ മൂവ്മെന്റ് ഐ ഗെറ്റ് ഇൻ ടു ദ ട്രാൻസാക്ഷൻ, ട്രേഡ് ആൻഡ് ബിസിനസ്, definitely what will happen, Jesus will make a whip out of cord, and he will drive me, he will drive my family, and he will drive all those who are supposed to be close to him out of this house. ഇത് ഞാനല്ല, റോബിനച്ചല്ലേ പറയുന്നത്, ഇവിടെ വചനമാണ് ഇവിടെ പറയുന്നത്. സോ ദൈവത്തിന്റെ ആലയത്തിൽ വരുന്ന ശബ്ദം വെക്കാനോ കുഞ്ഞു കളിക്കാനോ സ്മാർട്ട് ആകാനല്ല, ദൈവമായിട്ടുള്ള കോൺവെർസേഷൻ അവിടെ നടന്നിരിക്കണം. ദൈവമായിട്ടുള്ള കച്ചവടം അവിടെ ബലപ്പെടണം, സ്ഥിരപ്പെടണം. There should be times, yes, there should be times when Jesus should overturn my table. അന്നേരം മാത്രമേ എനിക്ക് സ്വല്പം ബോധം വരത്തുള്ളൂ, അന്നേരം മാത്രമേ ഞാൻ ഉണരത്തുള്ളൂ, ഞെട്ടി ഉണരത്തുള്ളൂ. ദൈവമേ, ഷടാ, ദൈവമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് അവിടെ നഷ്ടപ്പെട്ടു പോയല്ലോ. കർത്താവെ, ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള നല്ലൊരു കർത്താവെ ഒരു നോളജ് ഞങ്ങൾക്ക് നൽകണമെന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം പറഞ്ഞ് ഇവിടെ നിന്ന് അവസാനിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം 17-ഉം 22-ഉം 17 and 22 ഇവിടെ പറയുന്നത് ഹിസ് ഡിസൈപ്പിൾസ് റിമെമ്പേർഡ്. അത് മാത്രമേ ഞാൻ ഇവിടെ വായിക്കുന്നുള്ളൂ. ഹിസ് ഡിസൈപ്പിൾസ് റിമെമ്പേർഡ്. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാര് നിന്നെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. His disciples remembered. 22-ാമത്തെ വാക്യം നാം വായിക്കുമ്പം അവിടെ കാണുന്നത്, when therefore he was raised from the dead, his disciples remembered. 22, അവൻ ഇത് പറഞ്ഞ് എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാര് ഓർത്തു. His disciples remembered.
how much ever, this is the truth, take it. How much ever I as a dad and you as a father and mother prepare your child or force your child, or command them to read the Bible. Yes, you should say. You should say to them that yes, read the Bible, pray constantly. Adellam nammal cheyanam. But my dear friends in Christ, especially my Sunday school children, especially my youths in Christ, let me say this very plainly, bluntly. Until and unless you decide to have a personal experience with your Savior, nothing will help me or nothing will help you. അത് ചെയ്യാനാണെങ്കിൽ you should remember, you should reflect, and you should try to apply those things, the things that you have heard in your life. The moment you hear, the moment you apply what you have heard, അവിടെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും പ്രാപിക്കാനുണ്ട്. So there is a difference between listening. ഒരു കാര്യം പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മളെ ഇതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള ട്രാൻസ്ഫറിൻ്റെ തൊട്ട് മുമ്പേ ഇരുന്ന സ്ഥലം ബെത്തലാഷും വാരിക്കാട് പള്ളിയിലൊക്കെ ഇരുന്നപ്പം എനിക്ക് അവിടുന്ന് കന്യാകുമാരി പോകാൻ ദൈവം എനിക്ക് അവസരം തന്നു. സോ ഇത് ഞാൻ പറയാൻ ജസ്റ്റ് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയ ആ സമയമൊക്കെ ഞാൻ കേരളത്തിൽ ഒത്തിരി സ്ഥലങ്ങൾ ഞാൻ കറങ്ങിയിട്ടില്ല. ആകപ്പാടെ എൻ്റെ വീട്ടിലും ചെങ്ങന്നൂരൊക്കെ മാത്രമേ പോയിട്ടുള്ളൂ. അന്നേരം നമ്മൾ പള്ളിക്കാരെ വിളിച്ചു പറഞ്ഞു വെച്ചാൽ നമുക്ക് സഭയായിട്ട് പള്ളിയായിട്ട് നമുക്ക് പോകണം. കാരണം കന്യാകുമാരിയൊക്കെ അതിരാവിലെ വരുന്ന ആ സൂര്യൻ അത് കാണേണ്ടി തന്നെ. പിന്നെ അത് മാത്രമല്ല സൺസെറ്റ് അത് കാണേണ്ടി, അത് ഭയങ്കര ഭംഗിയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ അതിൻ്റെ റിയൽ സെൻസിൽ അത് മനസ്സിലാക്കാനാണെങ്കിൽ, അതിനെ കാണാനാണെങ്കിൽ അത് ഞാൻ അവിടെ ചെന്ന് ആ കാര്യങ്ങളെല്ലാം, ആ പ്രക്രിയയെല്ലാം കണ്ടാൽ മാത്രമേ ആ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ ഒക്കൂ, എനിക്ക് റിലേറ്റ് ചെയ്യാൻ ഒക്കൂ. So there's a difference between listening to someone describe about a sunset and you yourself taking the initiation and seeing the same colors for yourself. So there's a difference between hearing about Jesus and hearing from Jesus. പരിയേഴാം വാക്യം 22-ാം വാക്യം ഇവിടെ ഇവർക്ക് ഓർക്കാൻ കാരണം കർത്താവ് യേശുക്രിസ്തു ഇവരോട് അങ്ങോട്ട് പറഞ്ഞു. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാനും അത് ഉള്ളിലേക്ക് പ്രവേശിക്കാനും ഉള്ള കഴിവ് ദൈവം ഇവർക്ക് കൊടുത്തിരുന്നു. You should remember all the good things that God has done in your life. ത്രിയേക ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ വൻ അനുഗ്രഹങ്ങൾ, നമുക്ക് നൽകിയ കൃപ, നമുക്ക് നൽകിയ സന്തോഷം, നമുക്ക് നൽകിയ സമാധാനം, നമുക്ക് നൽകിയ എല്ലാം പ്രിപ്പറേഷൻസ്, അതിനെ നാം ഓർക്കുമ്പം നമ്മൾ അറിയാതെ സ്തോത്രം ചെയ്തു പോകും. അറിയാതെ നമ്മൾ ദൈവമായിട്ടുള്ള അടുപ്പം അത് ഇച്ചൂട് ഉണ്ടാകണം എന്ന് നാം ചിന്തിച്ചു പോകും. The faith and religion, is never taught, but it is caught. The faith and religion is never taught, but caught. So സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആലയത്തിൽ ഞാൻ കൊച്ചുമേയും ഒക്കെ നിങ്ങളോട് പ്രസംഗിക്കുവാണെങ്കിൽ സൺഡേ സ്കൂളിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചിന്തിക്കുമ്പം നിങ്ങൾ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് പറയുക, ഓ യു ഷുഡ് ലവ് ഈച്ച് അതർ, ഓ കുഞ്ഞുങ്ങളെ യു ഷുഡ് ലവ് ഈച്ച് അതർ, യു ഷുഡ് റെസ്പെക്ട് യുവർ എൽഡേഴ്സ്, യു ഷുഡ് റെസ്പെക്ട് യുവർ ഫാദർ ആൻഡ് മദർ, യു ഷുഡ് ഫോർഗിവ് ആൻഡ് ഫോർഗെറ്റ്. ഇതെല്ലാം കേൾക്കാൻ ഭയങ്കര സുഖമാണ്. എന്നാൽ കുഞ്ഞുങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് അവർ വീട്ടിൽ ചെന്ന് പറയും, പപ്പ അമ്മ ഇന്ന് ടീച്ചറിനെ ഞങ്ങളെ നല്ലതായിട്ട് പഠിപ്പിച്ചു. എന്നാൽ ഈ കുഞ്ഞ് അടുത്ത ഞായറാഴ്ച വരുമ്പം she sees that ടീച്ചർ പറയുന്നത് പോലല്ലോ ജീവിതത്തിൽ ചെയ്യുന്ന എന്ന ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരു പ്രാവശ്യം വന്നാണ്ടല്ലോ അവർക്ക് മനസ്സിലാവും വി ആർ ഓൾ ബോഗസ്. അച്ഛനൊക്കെ ബോഗസാ, കൊച്ചമ്മയൊക്കെ ഹിപ്പോക്രൈറ്റാ എന്ന് മനസ്സിലാകും. So if we say, make it a point to at least do a small thing out of that in your life. അല്ലെങ്കിൽ അത് പറയരുത്. സോ അതേ ഇവിടെ പറഞ്ഞത് ഫെയ്ത്ത് ആൻഡ് റിലിജൻ ഇസ് നെവർ ടോട്ട്. എത്ര പഠിപ്പിച്ചാലും അവർക്ക് മനസ്സിലാകില്ല.
ബട്ട് ഇറ്റ് ഇസ് ഓൺലി കോട്ട്. അവർ നമ്മളെ കാണുമ്പോഴാണ് അവർ ജീവിതത്തിൽ അത് ചെയ്യണം, ആ പ്രവൃത്തിയിൽ കൊണ്ടുവരണം എന്നവർക്ക് തോന്നുന്നത്. മണി ലെൻഡേഴ്സ് ആൻഡ് ആനിമൽസ്, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, മണി ലെൻഡേഴ്സ് ആനിമൽസ്, ദ തിങ്സ് ദാറ്റ് യു സീ ദാറ്റ് ഇസ് സെപ്പറേറ്റിംഗ് യു ഫ്രം യുവർ ഗാഡ് are the symptoms, are the signs. ഇതൊക്കെ അടയാളങ്ങളാണ് ദൈവമായിട്ട് ദൂരെ പോകുന്നതായിട്ട്. ബിസിനസ് നല്ലതാണ്, ഓർത്തോണം. എന്നാൽ ചില ലക്ഷണങ്ങൾ കണ്ടുമ്പം നമ്മൾ സൂക്ഷിച്ചോണം. നമ്മൾ അബദ്ധത്തിലേക്ക്, അപകടത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുന്നു. The moment you see such symptoms taking away from your supreme God, be careful, be alert, be on vigil, because God will drive me out of his temple. 3 ചോദ്യം ചോദിച്ച് ഞാൻ നിർത്തുന്നു. Is a father's house a കച്ചവടം place, a bazaar? Is my father, is your father's house, is the house that we come in right now, maybe in a month's time, maybe 2 months' time, is that a bazaar? Is that an emporium? Is that a market? Is that a mall? അതല്ല. ഈ ഭവനം എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് വസിക്കുന്ന, പരിശുദ്ധാത്മാവ് വസിക്കുന്ന, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും അനുഭവിക്കാൻ ഒക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. So what tables in my life and what tables in your life need to be overturned, need to be pushed down? What animals need to be driven out of a life? ചില സ്വഭാവത്തെ ഈ പ്രഭാത സമയം കർത്താവെ ഒന്ന് മാറ്റണമേ. മൃഗീയമായിട്ട് സ്വഭാവം, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, എൻ്റെ കുടുംബത്തിന്, കുഞ്ഞുങ്ങൾക്ക്, ഭാര്യ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത സ്വഭാവം അപ്പച്ച ഞങ്ങൾക്കുണ്ടല്ലോ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടും പ്രാർത്ഥിക്കുമ്പം ദൈവം പ്രാർത്ഥന കേൾക്കും. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും സമാധാനം നമ്മളെല്ലാവരോടും ഇന്നും എന്നേക്കുമായിട്ട് ഇരിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ചെല്ലാം. സർവശക്തിയിലെ പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ പാലിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസ് കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക സഭയിലും വിശുദ്ധന്മാര സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ബർത്ത്ഡേയും വിവാഹ വാർഷികം ആഘോഷിക്കേണ്ട പേര് ബർത്ത്ഡേസ്: Master Alex Zachariah Verghese, Miss Hannah C. John, Mr. Paul K., Mr. Thomas Ipe, Mrs. Chinnu Susan Philip, Mr. Nikit Jacob Rinku, Miss Ashwini Ajay, Mr. Rajan Chandy Jacob, Mrs. Betty Thomas, Miss Annie Sarah Thomas, Miss Pratiksha Rebecca Praveen, Mrs. Anu Stephanos, Miss Anika Susan Thomas, Miss Nilini Elizabeth Shaji, Mr. George Verghese K., Dr. Sneha Titus, Miss Elizabeth Thomas, Mr. Ajay Verghese Matthew. Vivaha Varshik. Mr. Ashwin Umen Mathai and Mrs. Asha E. Joy, Mr. Stephen Manoj Kumar J. and Mrs. Mary Elizabeth. ഇവരെയോട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹോദയനായ ദൈവമേ, കാലാകാലങ്ങളായിട്ട് ഞങ്ങളെ പ്രാർത്ഥനകൾ കേൾക്കുകയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ പരിശുദ്ധ പിതാവേ, കർത്താവെ, ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമ്പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് ഭാഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച അവരായിരിക്കുന്ന അവസ്ഥ ദൈവം പൂർണ്ണമായിട്ട് അതിനെ അറിയുന്നു. കർത്താവെ, അതിൽ മാറ്റം വരേണ്ടതാണെങ്കിൽ ദൈവം കർത്താവെ ആവശ്യമായ എല്ലാ കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനോർത്ത് നാഥാനെ സ്തുതിക്കുന്നു. അവർ കർത്താവെ ആയിരിക്കുന്ന സ്കൂള്, കോളേജ്, ജോലി സ്ഥാപനം, അവരെ ഭവനം, എല്ലാറ്റിന്മേലും കർത്താവിന്റെ സ്വകീയ വെളിച്ചം അപ്പച്ച അയക്കണമേ.
അങ്ങേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ജീവിക്കുവാനുള്ള കൃപ അങ്ങയുടെ മക്കൾക്ക് കൊടുക്കണമേ. ഈ വിവേകം എപ്പോഴും അങ്ങയുടെ മക്കൾക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്ന പക്ഷ ദൈവമേ, ഈ ലോകത്തിൽ അവരായിരിക്കുമ്പോൾ ഭൗതികമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അവര് ഏത് പ്രയാസത്തിനും ദൈവമേ കടന്നുപോയാലും അങ്ങയുടെ കരം അവിടുന്ന് കൂടെ ഇരിക്കണമേ. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അങ്ങയുടെ മക്കളെയും ഈ സമയത്ത് നാഥ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരസ്പരം കർത്താവെ സ്നേഹിക്കുവാൻ കരുതുവാനുള്ള മനസ്സ് അങ്ങയുടെ മക്കൾക്ക് ദൈവം കൊടുത്തല്ലോ, അതിനോർത്ത് സ്തോത്രം വെച്ച ദൈവമേ, അവരേത് ദൈവ പ്രശ്നത്തിൽ ദൈവമേ കടന്നുപോയാലും ദൈവത്തിന് സ്വർഗീയ അനുഗ്രഹം അവരോട് കൂടെ ഇരിക്കണമേ. ഈ മഹാമാരിത്തിന് കർത്താവ് മധ്യത്തിൽ അപ്പച്ച ദൈവം അവരെ വിടുവിക്കുന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ സന്തോഷവും സമാധാനവും ഒരു സമൃദ്ധിയുള്ള ദൈവമേ ജീവിതം അങ്ങയുടെ മക്കൾക്ക് ദൈവം കൊടുത്തതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഏത് കർത്താവ് ചാലഞ്ചസ് അവരുടെ ജീവിതത്തിൽ അപ്പച്ച കടന്നു വന്നാലും അതിനെങ്ങനെ കർത്താവെ ഫേസ് ചെയ്യണം എന്നുള്ള കൃപ അങ്ങയുടെ മക്കൾക്ക് കൊടുക്കണമേ. മുമ്പോട്ട് കർത്താവ് വരുന്ന നാളുകളിൽ അപ്പച്ച അവരെ കൂടുതലായിട്ട് അനുഗ്രഹിക്കണമെന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ മുട്ടുകളെ മടക്കാം. ഒരു ആഴ്ചവട്ടം കൂടെ കർത്താവ് നമ്മെ കാത്തുപരിപാലിച്ചു. മനോഹരമായിട്ടുള്ള ഒരു ആരാധനയിലൂടെ പങ്കെടുപ്പാൻ കർത്താവ് അവസരം നൽകിയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരാഴ്ച കൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരുതലിൽ നമ്മെ വഴിനിർത്തി ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. തുടർന്നും കർത്താവേ, അടിയങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങയുടെ പാദം പിന്തുടർന്നുകൊണ്ട് മുന്നേറുവാൻ അടിയങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ തള്ളിക്കളയാതെ അങ്ങയുടെ കരത്തിലടി മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ ലോകത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ COVID-19 എന്നുള്ള മഹാമാരിയാൽ ജനങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് ജീവനെ നഷ്ടപ്പെട്ടു, അനേകർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു, അനേകർ രോഗത്തിൻ്റെ ഭാരത്താൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. പലരുടെയും ജോലി നഷ്ടപ്പെട്ടു, മാനസിക സമ്മർദ്ദത്തിൽ അടിമപ്പെട്ടു പോയി. അവരെയൊക്കെയും ഒരു നിമിഷം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഭാരത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാവരെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സർവബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനത്താൽ ഓരോരുത്തരെ അവിടുന്ന് വഴി നടത്തിക്കൊള്ളുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മക്കളുടെ മനസ്സിനെ അവിടുന്ന് തണുപ്പിക്കണമേ. സമാധാനവും ധൈര്യവും നൽകി കർത്താവെ വഴി നടത്തിക്കൊള്ളുമാറാകണമേ. കർത്താവെ, ഹൃദയങ്ങളെ അവിടുന്ന് തന്നെ ശോധന ചെയ്ത് കർത്താവെ മുൻപോട്ട് ജീവിക്കാനുള്ള ധൈര്യവും ബലവും അവർക്ക് നൽകി കൊടുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ചെവിക്കൊള്ളുമാറാകണമേ. ഈ രോഗത്തിന് എതിരെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഗവൺമെന്റ് സംവിധാനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് ജനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കർത്താവെ നിന്റെ മക്കളുടെ ശുശ്രൂഷകൾ നടപ്പാക്കുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മെഡിക്കൽ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കാം, വോളണ്ടിയേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്ങളുടെ ജീവനെയൊക്കെയും ദിനവൽക്കരിച്ചുകൊണ്ട് അനേകർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിക്കൊള്ളുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ക്യാൻസർ രോഗം, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം, അതിലൊക്കെയും അനേകർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. അവരെയൊക്കെ അവിടെ നിന്ന് വിടുവിച്ചുകൊള്ളുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. റോബിനച്ഛനെ കുടുംബമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവിടെയുള്ള ശുശ്രൂഷ ഞങ്ങളുടെ സഭയ്ക്ക് വ്യക്തിപരമായുള്ള ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങളും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരോഗ്യവും ബലവും ഒക്കെയും നൽകി കുടുംബമായി നിന്റെ മക്കളെ അവിടുന്ന് വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൂര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുമ്പോൾ കർത്താവേ നിന്റെ മകനോടൊപ്പം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. താവേ മടങ്ങി വന്ന് നിങ്ങളോടൊപ്പം വീണ്ടും ശുശ്രൂഷയിലായിത്തീരുവാൻ അച്ഛനെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബമായി അവിടുന്ന് അനുഗ്രഹിച്ചുകൊള്ളുമാറാകണമേ. കുടുംബമായി ശുശ്രൂഷയിൽ നിലകൊള്ളുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ചർച്ച കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താവേ ഈ കാലയളവിൽ ആരാധനയൊന്നും ആലയങ്ങളിൽ നടക്കുന്നില്ല എങ്കിലും താവേ നിന്റെ മക്കളുടെ പ്രവർത്തനങ്ങൾ അടിയങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ അവസരങ്ങൾ ലഭിക്കുന്നവർക്ക് സ്തോത്രം ചെയ്ത് തുടർന്നവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ആവശ്യമായ ദൈവീയ കൃപ നൽകി വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ സംഘടനകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നേതൃത്വം നൽകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെ നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളെ വ്യക്തിപരമായി കുടുംബമായി അവിടുന്ന് ബലപ്പെടുത്തണമേ. ആവശ്യങ്ങളിലൊക്കെ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പഠിക്കുന്നതിന് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനമൊക്കെ നൽകി കൊടുക്കുമാറാകണമേ. വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നമ്മുടെ ആവശ്യങ്ങളെയൊക്കെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ ലിത്താനി നമുക്ക് ഉപയോഗിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രതിവാക്യമായിട്ട് പറയാം. കർത്താവേ കരുണയുണ്ടാകണമേ. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും തോമസ് കെ ഉമ്മൻ എന്ന നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭക്തരോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ സംക്ഷിപ്തമായിട്ടുള്ള പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കാം. പൊതുവിലുള്ള സ്തോത്രം. സർവശക്തിയുള്ള ദൈവമേ, സകലകർണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാപരിവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിനും പരിപാലിക്കുന്നവരും ഈ ആയുസിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാത്തിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ അതിനെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകലകർമ്മങ്ങളെ കുറിച്ചതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സർവ്വബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. രണ്ടോ മൂന്നോ പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൻ പ്രകാരം നൽകുമെന്ന വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരവും നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരയണമേ. ആമേൻ.
സ്തോത്രാഴ്ചയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോട് കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനം സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കണം. ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പെടുത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ആശീർവാദം നമുക്ക് കൈക്കൊള്ളാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. Announcements. ഇന്നത്തെ ഈ മാറ്റിൻസ് ആരാധനയെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മളെ തേഴ്സ്ഡേ ബൈബിൾ സ്റ്റഡി ഈ വരുന്ന ഒക്ടോബർ 29 7 മണി വൈകിട്ട് അത് നടത്തപ്പെടുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥന ഒക്ടോബർ 30 7 മണിക്ക് വൈകിട്ട് നടത്തപ്പെടുന്നു. അടുത്ത ഞായറാഴ്ച നമ്മളെ വേൾഡ് സൺഡേ സ്കൂൾ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നു. അതിനുവേണ്ടി പല ഒരുക്കങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളും ടീച്ചേഴ്സും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കണം എന്ന സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. മിസ്സസ് ഡാർലി മോണച്ചൻസ് ഡോട്ടർ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ മാരേജ് ഫണ്ട് അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ബോധ്യമുണ്ടല്ലോ. സോ ഇഫ് എനി വൺ ഓഫ് യു ഇൻട്രസ്റ്റ് ടു സപ്പോർട്ട് ദം, താല്പര്യമുള്ളവർ ഒക്ടോബർ 31 അകം അത് തന്നു തീർക്കണം എന്നീ സമയത്ത് അറിയിക്കുകയും ചെയ്യും. Banns. I published the banns of marriage between Mr. Vivian Daniel Paul, son of Mr. Clarence Daniel Paul, and Mrs. Sheila Daniel, a member of Holy Trinity Church, CSI Malayalam Congregation of Vepri, Chennai, and Miss Anju Bobby, daughter of Mr. Bobby Thomas and Mrs. Meera Bobby, a member of St. Mary's Church, Fort St. George, Chennai, on 4th November 2020, 4 p.m. at Holy Trinity Church, CSI Malayalam Congregation, Vepri, Chennai. If any one of you know any just cause they should not be joined together in marriage, kindly declare it in writing to the presbyter in charge of this congregation. This is the second announcement dated on October 25th, 2020. ഇരുവരെയും നമുക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ ത്രിയേകദൈവമേ, പ്രത്യേകമായിട്ട് ഈ സമയത്ത് അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഭാഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിവിനെയും അഞ്ജുനെയും ദൈവം അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവെ, നവംബർ 4 അവരെടുക്കാൻ പോകുന്ന തീരുമാനത്തെ അവിടുന്ന് മാനിച്ച് അനുഗ്രഹിക്കണമേ. ആ ദിവസം നടക്കുന്ന കർത്താവെ, ഓരോ ശുശ്രൂഷമേൽ അങ്ങയുടെ സാന്നിധ്യവും കൃപയും കടന്നു വന്നിട്ട് കർത്താവെ ഏവർക്കും കാണുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇരുവരെയും പേരൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ദിവസം നടക്കുന്ന റിസപ്ഷൻ, മറ്റെല്ലാം അറേഞ്ച്മെന്റ്സിനെ നാഥ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഒരു കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വലിയൊരു ദൈവമേ സ്ട്രഗിളും ചലഞ്ചുമാണ് പക്ഷെ ഞങ്ങൾ അറിയുന്നു. അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ മുമ്പോട്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഉള്ള പ്രത്യേക കഴിവ് അങ്ങയുടെ മക്കൾക്ക് അവിടുന്ന് നൽകണമേ. അവരായിരിക്കുന്ന ജോലി മേഖലയിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. ആ ദിവസം കടന്നു വരുന്ന അപേക്ഷ പട്ടത്തെ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും അനുഗ്രഹിക്കണമേ.
മാതാപിതാക്കന്മാരെ അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. ദൈവം നീ കേൾക്കണമേ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഞാനിവിടെ പറഞ്ഞോട്ടെ. നമ്മുടെ ആലയത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും പ്രയാസമോ ദീനമോ ദുഃഖമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു കോൾ അസ്. ഏത് സമയം വേണമെങ്കിലും, എനി ടൈം ഓഫ് ദ ഡേ, എനി ടൈം ഓഫ് ദ നൈറ്റ്. സോ ഇഫ് യു ആർ ഇൻ പെയിൻ, ഇഫ് യു ഹാവ് എനി ഗ്രീവിയൻസസ്, സോ പ്ലീസ് കോൾ അസ്. വി ആർ റെഡി ടു ലിസൺ ടു ദാറ്റ്. ആ ശുശ്രൂഷയിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് വന്ന് സംബന്ധിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണുന്നവരെ ഏക ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും സമാധാനം നമ്മുടെ എല്ലാവരോടും ഇന്നും എന്നേക്കുമായിട്ട് ഇരിക്കുമാറാകട്ടെ. ആമേൻ.